ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് പുതിയ വീടെടുക്കുന്നിടത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ കിണറ്റിൽ കുറച്ച് മീനെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒരു 5-6 മീനെ ഏട്ടന് മമ്പാട് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കിണറ്റിലിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഏട്ടനത് കിണറ്റിലൊക്കെ ഇട്ടുണ്ട്. കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു മീനെ കൊണ്ടുവന്നിടണം വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു സാഹചര്യം കിട്ടിയത്. അപ്പോൾ ഇതാ കിണറ്റത്തെ വെള്ളം കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ കിണർ ഇനിയും താത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മീനൊക്കെ ഇതിൽ കൊണ്ടുവന്നിടുന്നത്. വേനലൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ വറ്റിച്ച് അടിയൊക്കെ നന്നായിട്ട് മാന്തി മണ്ണൊക്കെ മാറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ വീടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഏട്ടന് ബസ്സിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ എനിക്കൊരു ചെറിയൊരു പേടിയാണ്. അപ്പോൾ ചുറ്റുഭാഗമൊക്കെ ഒന്ന് നോക്കാമല്ലോ വിചാരിച്ച് വന്നതാണ്. ഇനി അച്ഛൻ്റെ കുറച്ച് പച്ചക്കറികളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളെ വീടിൻ്റെ ചാരി തന്നെ അച്ഛൻ കുറച്ച് വാഴയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റുഭാഗം ഇങ്ങനെ വേലിയൊക്കെ അടച്ചിട്ടുണ്ട്. ഇതിൽ വൈകുന്നേരം ആയാൽ പിന്നെ കുറേ ആടുകളും പൈക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരൊക്കെ കിടക്കാതെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ട്. പച്ചച്ചീരയും ചുവപ്പ് ചീരയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ആദ്യം കുറേ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയൊക്കെ കുറേ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അമ്മ കുറേ വിറകൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് വൈകുന്നേരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വിറകൊക്കെ വെട്ടി കൊണ്ടുപോകലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയിലധികമായി ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങനെ വീടിൻ്റെ അടുത്തുനിന്ന് പിന്നെ പോയത് നേരെ പുഴയേക്കാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബേക്കിൽ തന്നെയാണ് കേട്ടോ പുഴ. അപ്പോൾ പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ. ഞാൻ പുഴയ്ക്ക് വന്നിട്ട് കുറേ ആയി. വെള്ളം എങ്ങനെ ഉണ്ട് നോക്കട്ടോ. നല്ല വെള്ളം ഉണ്ടല്ലേ. കാണിച്ചു തരാം കേട്ടോ. വെള്ളം പുഴയിൽ കണ്ടിട്ട് തന്നെ പേടിയാവും കേട്ടോ. മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തൊക്കെ നല്ല മഴ ആയതുകൊണ്ടാവും വെള്ളം ഒരുപാട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പേട്ടനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ കണ്ടോ. ഒരുപാട് വെള്ളം ഏറിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കലങ്ങി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ മനസ്സിക്ക്. ഞങ്ങൾ വെള്ളമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കണ്ടോ ഇത്ര അടുത്താണ് കേട്ടോ ഞങ്ങളെ വീട്. അങ്ങനെ അവിടുന്ന് വെള്ളമൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കുളിക്കണ കടവാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. തൂണിയൊക്കെ കണ്ടോ ഇങ്ങോട്ട് പൊന്തിച്ച് കെട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതാ അച്ഛന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മുട്ടുള്ള കൂനാട്ടോ. ഇപ്പോൾ കൂണൊക്കെ കിട്ടുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ കൂണൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറേ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചാക്ക് നിറയെ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ കൂന് കഴിക്കണേക്കാളും ഇഷ്ടം ഇതിങ്ങനെ പറിക്കുന്നതാട്ടോ. ഇങ്ങനെ ഒരുപാട് വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അതിങ്ങനെ പറിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ കൂണൊക്കെ ഉഷാറാക്കി നന്നാക്കി എടുത്തു. ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടാണ്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.